ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖമാണല്ലോ? എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വിഷു സ്പെഷ്യലായിട്ട് ഒരു വിഷു സേമിയ പായസം ഉണ്ടാക്കിയാലോ? അതിനായിട്ട് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഒരു പാൻ എടുക്കുക. പാനിലേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കിന് നമുക്ക് കാഷ്യൂ നട്ട്സ് ഒന്ന് ഇട്ട് കൊടുക്കാം. അത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാമേ. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വക ഞങ്ങളുടെ യൂട്യൂബ് ഫാമിലിക്ക് വിഷു ആശംസകൾ നേരുന്നു. അങ്ങനെ നമ്മൾ കാഷ്യൂ നട്ട്സ് എല്ലാം ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാം ഒന്ന് കോരി മാറ്റാം. നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന ഒരു പായസമാണ് സേമിയ പായസം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എടുക്കാൻ മറക്കരുതേ. അങ്ങനെ കാഷ്യൂ നട്ട്സ് എല്ലാം കോരി മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുന്തിരിങ്ങ ഒന്ന് ഇട്ട് കൊടുക്കാം. അതും ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാമേ. അങ്ങനെ നമ്മൾ മുന്തിരിങ്ങയും വഴിച്ചെടുത്തിട്ടുണ്ട്. അതൊന്ന് കോരി മാറ്റാം. അങ്ങനെ നമ്മൾ കാഷ്യൂ നട്ട്സും മുന്തിരിങ്ങയും നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. അത് നമ്മൾ കോരി മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നെയ്യിൽ തന്നെ സേമിയ ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് വറുത്തെടുക്കാമേ. മുഴുവനായിട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് തന്നെ വഴറ്റി കൊടുക്കണം. ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ വഴറ്റി കൊടുക്കാൻ മറക്കരുതേ. അങ്ങനെ നമ്മുടെ സേമിയ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുക്കുക. നന്നായിട്ട് എല്ലാം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ചവ്വരി വേവിച്ചത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. നല്ലതുപോലെ തന്നെ കൈയെടുക്കാതെ ഇളക്കിയതിന് ശേഷം 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം. കൈയെടുക്കാതെ തന്നെ നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുക്കുക. നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം. കൈയെടുക്കാതെ തന്നെ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാൻ മറക്കരുത്. കേരളത്തിലെ ഓണം, വിഷു അങ്ങനെയെല്ലാം ഉത്സവങ്ങൾ വരുമ്പോൾ മാത്രമേ നമ്മുടെ വീട്ടിലെ സദ്യ ഒരുക്കുകയും അതിൽ പായസം വെക്കുകയും ചെയ്യുള്ളൂ. അങ്ങനെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു പായസമാണ് സേമിയ പായസം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. നല്ലതുപോലെ തന്നെ കൈയെടുക്കാതെ ഇളക്കി കൊടുക്കുക. നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. അതാണേ. അങ്ങനെ പായസം നല്ലതുപോലെ തിളയ്ക്കുന്നുണ്ട്. നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇപ്പോൾ കുറുകിയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു 1/2 ലിറ്റർ പാലും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് വീണ്ടും ഇളക്കി കൊടുക്കാം. പാലൊഴിച്ചതിന് ശേഷം ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുക്കുക. അത് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ വീഡിയോയിൽ വന്നിട്ടില്ല. അതുകൊണ്ടാണ്, എല്ലാവരും ക്ഷമിക്കണേ. എന്നിട്ട് നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുക്കാം. നമ്മൾ വറുത്ത് വെച്ച കാഷ്യൂ നട്ടും മുന്തിരിങ്ങയും ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ വിഷു സ്പെഷ്യൽ വിഷു സേമിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളാണ് നമ്മുടെ സേമിയ പായസം ഉണ്ടാക്കാൻ. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വക വിഷു ആശംസകൾ നേരുന്നു. ഇതുപോലെയുള്ള വീഡിയോസിന് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.